ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ചേനപ്പൂവാണ് കേട്ടോ. നമ്മുടെ തൊടിയിലുണ്ടായതാണ്. ചേനപ്പൂവ് സാധാരണയായിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേട്ടോ ഈ ചേനപ്പൂ വിരിയണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കലാപരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പുതപ്പിച്ച് ഈ ഉടുപ്പ് ഊരി മാറ്റിയാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ചേനപ്പൂവ് കാണാനും കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അത് കറി വെക്കാനാണ് പോണത്. തേങ്ങ വറുത്തരച്ചിട്ട് നമുക്കിതായിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ഈ ഒരു പൂവ് വിരിഞ്ഞ സമയത്ത് ഇത് ഒന്നിനും പറ്റില്ല കേട്ടോ. വിരിയണതിൻ്റെ മുന്നെയാണ് നമ്മൾ കറി വെക്കാനും തോരൻ വെക്കാനൊക്കെ എടുക്കേണ്ടത്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നിന്ന് ചീഞ്ഞ് പോകും. പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും, ഒരു പൊട്ട സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈമിലെടുത്താൽ നമുക്ക് തോരൻ വെക്കും കറി വെക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചേനപ്പൂവൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുനുകുനാനൊന്ന് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ചേനപ്പൂവ് എപ്പോഴും ചെറുതാക്കി അരിയണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കാം. ഒരു ഭാഗവും വേസ്റ്റാക്കി കളയാനില്ല. നമുക്ക് ഈ തൊലി ഭാഗവും ഉള്ളിലെ ഭാഗവും എല്ലാം എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നുറുക്കി വെച്ച ചേനപ്പൂവ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിൽ ഒരു തക്കാളിയാണ് കേട്ടോ ആവശ്യം. തക്കാളി പുളിയൊന്നും ഇതിൽ ഉപയോഗിക്കില്ല, തക്കാളിൻ്റെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് മുളക് പൊടിയും അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാകും കേട്ടോ. അപ്പോൾ ചേനപ്പൂവ് വേകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാന് ചൂടായതിന് ശേഷം അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് പെരുംജീരകം, വളരെ കുറച്ച് മതി, ഓവറായി പോവരുത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ ഓവറായി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചേനപ്പൂവ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ജാറിലുള്ളതും കൂടെ ഒന്ന് ചുഴറ്റിയിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും കറിയും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തിടാം കേട്ടോ. അതിനായിട്ടൊരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ആ ഉള്ളി അതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഉള്ളി നിറം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. കറിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ചേനപ്പൂവിൻ്റെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചേനപ്പൂവ് കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.